നമസ്കാരം, ഞാൻ അനിഷ വൈശാഖ്. എല്ലാവർക്കും അനീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി മാംഗോ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന സാധാ ഒരു ടീ ഗ്ലാസ്സിലാണ് നമ്മൾ എല്ലാ അളവുകളും എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മൈദ എടുത്തിരിക്കുന്നത് ഈ ടീ ഗ്ലാസിൻ്റെ 1.5 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്, 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ്, 1/4 ടീസ്പൂണാണ് ഉപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും അളക്കുന്നതിൽ കറക്റ്റായിരിക്കണം അതിൻ്റെ അളവ്, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് പൊങ്ങി വരുന്നതിൽ പ്രശ്നം ഉണ്ടാവും. ഇനി നമുക്കിത് നന്നായിട്ട് 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് മാങ്ങയാണ്. നല്ല പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്, മീഡിയം സൈസ് ഒരെണ്ണം. ആദ്യം തന്നെ നമുക്ക് ഈ മാങ്ങ മുഴുവനായിട്ട് ഒരു മിക്സി ജാറിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു മീഡിയം സൈസ് മാങ്ങ വാങ്ങിയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുമ്പോഴേക്കും നന്നായിട്ട് നമുക്ക് പഴുത്ത് കിട്ടും. ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. നമ്മുടെ സെയിം ഗ്ലാസ്സിൽ മുഴുവനായിട്ട് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം, തരികളൊന്നും ഒട്ടും ഇല്ലാതെ. പിന്നെ നമുക്ക് വേണ്ടത് മുട്ടയാണ്. 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഫ്രിഡ്ജിലുള്ള മുട്ടയാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ പുറത്തെടുത്ത് വെച്ചിട്ട് തണുപ്പ് മാറിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ചൂടായി പോകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണേ. ചൂടായി പോയാൽ നമ്മുടെ മുട്ട അങ്ങ് വെന്തു പോവും. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് കറക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് 1/2 ഗ്ലാസ്, സെയിം ഗ്ലാസിൻ്റെ 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിലാണ്. പിന്നെ ഇതിലോട്ട് നമ്മുടെ അരച്ചു വെച്ച മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നുകൂടെ മിക്സിയിൽ വെച്ചിട്ട് കറക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് വെച്ചിട്ടുള്ളത് കുറച്ചായിട്ട് ഇതിൽ ചേർത്തിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് സെയിം ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് പാലാണ്. പാൽ ഞാൻ തിളപ്പിച്ചിട്ട് ആറ്റിയെടുത്ത പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചൂടൊന്നും ഒട്ടും ഇല്ലാത്ത പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കേക്ക് ടിന്നിലോട്ട് കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ട് ഒരു പേപ്പർ വെച്ച് കൊടുക്കാം. ബാറ്ററി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ കാണുന്ന സാധാ സ്റ്റീലിൻ്റെ പാത്രത്തിൽ നമുക്കിത് ഉണ്ടാക്കാം. എന്നിട്ട് കുക്കറിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 40 മിനിറ്റ് വച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാനും പറ്റും. ഇനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം 10 മിനിറ്റായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഞാൻ ചൂടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ കേക്ക് ടിന്നെ ഇറക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് എയർ ഒട്ടും പുറത്തോട്ട് പോകാതിരിക്കാനായിട്ട് വെയിറ്റിനായിട്ട് നമ്മൾ എപ്പോഴും വയ്ക്കാറുള്ള ഈ കല്ലും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് 40 മിനിറ്റ്, കൃത്യം 40 മിനിറ്റായിട്ട് തുറന്ന് നോക്കാം. നമ്മുടെ ഫ്ലെയിം മീഡിയത്തിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 40 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. കേക്ക് നല്ലോണം ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഉള്ളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടോ എന്ന്. നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്നിത് ഇപ്പോൾ തന്നെ എടുത്ത് മാറ്റാം. ഇപ്പോൾ കേക്കിൻ്റെ ചൂടൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം.
നമ്മുടെ പേപ്പർ റിമൂവ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി സൂപ്പർ മാംഗോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമുക്കിതിനി കട്ട് ചെയ്ത് നോക്കാം. നമ്മൾ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുമ്പോൾ ലൂസായി പോകാതിരിക്കാൻ ആദ്യമേ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അഥവാ തിക്കായി പോവുകയാണെങ്കിൽ നമ്മൾ അവസാനം ചേർത്ത് കൊടുത്ത പാലില്ലേ, 1/2 ഗ്ലാസ് പാൽ, അത് കുറച്ച് കൂടുതൽ 1-2 ടേബിൾ സ്പൂൺ കൂടുതൽ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. നമ്മുടെ ബാറ്റർ അധികം തിക്കായി പോകാനും പാടില്ല, എന്നാൽ അധികം ലൂസായി പോകാനും പാടില്ല. ആ റിബൺ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ അതൊന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡർ എടുക്കുന്ന കാര്യവും അതും കറക്റ്റ് അളവായിരിക്കണം. എന്നാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറന്നു പോകരുതേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും ഒന്ന് ലൈക്ക് അടിക്കാനും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു റെസിപ്പിയുമായിട്ട്. താങ്ക് യു.